ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിഥുനും രാജശ്രീയും അതുപോലെ അലോകും കൂടെ ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കണമെന്നുള്ള പ്ലാനിലാണല്ലോ. ആ സമയത്ത് അലോക് പറയണുണ്ട് കേട്ടോ, എടാ എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്താൽ പോരാ, എല്ലാവർക്കും നല്ലൊരു അടി തന്നെ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ മിഥുൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കല്യാണ രീതി അനുസരിച്ച് 3 ദിവസത്തെ കല്യാണത്തിൽ ഒരെണ്ണം മഞ്ഞ കല്യാണം എന്നറിയാമല്ലോ, ഹൽദി. ഇതൊക്കെ പണ്ടൊക്കെ ആരൊക്കെ ആഘോഷിച്ചതാ, ഇവിടെ നമ്മുടെ നാട്ടിലല്ല മറ്റുള്ളിടത്തൊക്കെ. എന്നിട്ട് ഇവിടെ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നു പുതിയ രീതിയിൽ. എന്തൊക്കെ ചടങ്ങുകളാണാവോ, ആൻറ്റിക്ക് അറിയോ അതിലെന്തൊക്കെയാണ് കാണിക്കണേന്നും. മഞ്ഞ വെള്ളം തലയിൽ കൂടെ ഒഴിക്കുക, മഞ്ഞ ഡ്രസ്സ് ഇടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. അതൊക്കെ തന്നെ. ഒരു കാര്യം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഈ മഞ്ഞ വെള്ളം കലക്കി ഒഴിക്കുന്നതിൽ കുറച്ച് കെമിക്കൽ കൂടെ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? കല്യാണ പെണ്ണങ്ങ് ദേഹം മുഴുവനും പൊള്ളിപ്പോവില്ലേ? അത് കേൾക്കുമ്പോഴത്തേക്കും അലോകിന് ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ എന്തായാലും ആനന്ദിന് കിട്ടാൻ പാടില്ല. അതാണ് അലോകിൻ്റെ ഏറ്റവും വലിയ ഒരു കുശുമ്പ്. അപ്പോൾ മിഥുൻ പറഞ്ഞു കൊടുക്കുകയാണ്, അഥവാ ഇനി അങ്ങനെ ജീവനോടെ തിരിച്ച് കിട്ടിയാൽ തന്നെ ദേഹം പകുതി വെന്ത പെണ്ണിനെ ആയിരിക്കും അവന് കിട്ടുന്നത്. എന്തെങ്കിലും ആയാലും കുഴപ്പമില്ല. പിന്നെ രാജശ്രീ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, അതേ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവസാനം കുറ്റം നമ്മുടെ തലയിൽ വരരുത്. ആൻറ്റി അതാലോചിച്ച് പേടിക്കൊന്നും വേണ്ട, അങ്ങനെ കുറ്റം നമ്മുടെ തലയിലൊന്നും വരില്ല. അത് അവിടെയുള്ള ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. എന്തായാലും ആനന്ദിൻ്റെ തല തന്നെ കെട്ടിവെച്ച് കൊടുക്കാം. അതെങ്ങനെ ശരിയാവും? ആനന്ദിന് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ അച്ഛനോടുള്ള സ്നേഹം കാരണം അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഇതിലങ്ങ് കെട്ടാൻ സമ്മതിച്ചു. അതുകൊണ്ട് നിവർത്തിയില്ലാണ്ട് വന്നപ്പോൾ ഇങ്ങനെ അങ്ങ് ചെയ്തു. കല്യാണ പെണ്ണ് ചത്ത് കഴിഞ്ഞാൽ കല്യാണം നടക്കില്ലല്ലോ, അങ്ങനെ വിചാരിച്ചാൽ പോരെ. അപ്പോൾ രാജശ്രീ പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ ഒരാളെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തണ്ട, അവിടെയുള്ള എല്ലാത്തിനെയും അകത്താക്കണം, അതാണ് വേണ്ടത് എന്ന് വെച്ചാലേ. അപ്പോൾ പിന്നെ മിഥുൻ പറയാം, അത് കുറച്ച് അത്യാഗ്രഹമല്ലേ? അത്യാഗ്രഹമല്ല, നമ്മളോട് കാണിച്ചതനുസരിച്ച് എല്ലാം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന് പ്രേരിപ്പിച്ചത് ആരാ? പുറകിൽ നിന്ന് ബാലൻ തന്നെയാണ് ഇതൊക്കെ പ്രേരിപ്പിച്ചതെന്നും അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഇതിൽ ഉണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാത്തിനെയും നമുക്കതിനകത്തോട്ട് കുരുക്കാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാവരെയും ആപത്തിപ്പെടുത്താൻ തന്നെയാണ് ഇവരുടെ ഗൂഢാലോചന കേട്ടോ. അങ്ങനെ നാളത്തേക്ക് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ തന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ശ്രീദേവിയും ആനന്ദും കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. അങ്ങനെ അമ്പലത്തിലേക്ക് അന്നും വരുവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കരമായിട്ട് സംസാരം തുടങ്ങി. അതിനിടയിൽ കൂടെ വീട്ടിൽ വരണ കാര്യം ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ പെണ്ണായി കഴിഞ്ഞു. ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവാണ് ആനന്ദേട്ട എന്നൊക്കെ പറയാണ് കേട്ടോ ശ്രീദേവി. അപ്പോൾ ശ്രീദേവി വീണ്ടും ചോദിക്കുന്നുണ്ട്, ആനന്ദേട്ട അവിടെ വന്നാലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മീനാക്ഷി എടുത്തി എങ്ങനെയാ സ്വഭാവത്തിലൊക്കെ? അതെന്താ നീ അങ്ങനെ ചോദിക്കണേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. പാവാ ചേച്ചി, സോറി, പാവാണ് മീനാക്ഷി. പക്ഷേ അവൾക്ക് എല്ലാവരോടും വലിയ സ്നേഹമാണെങ്കിലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടില്ല. അവൾ വെട്ടി തുറന്ന് ചോദിക്കും. അത് അവളുടെ ഒരു നല്ല സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആണോ? അല്ല, ഞാൻ ചോദിച്ചതേ, ഒരു ജോലിയൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് ജോലി, അതിൻ്റെ വല്ല അഹങ്കാരമോ സംസാരമോ? അയ്യോ എൻ്റെ പൊന്ന് ദേവി, നീ അങ്ങനെയൊന്നും വിചാരിക്കില്ല. മീനാക്ഷി അവൾ നല്ല കുട്ടിയാണ്, അവൾക്ക് അങ്ങനെ ജോലി ഉണ്ടെന്നുള്ളത് അഹങ്കാരമോ ഭാവമോ അങ്ങനെയൊന്നുമില്ല. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. മിത്രയും ആര്യനും ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. അതുമാത്രമല്ല, നമുക്കൊരു മാമനുണ്ട് അവിടെ, ധർമ്മൻ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആ കുടുംബത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. നീ കൂടെ വന്നു കഴിഞ്ഞാലേ നമ്മുടെ ബലവും ശക്തിയും ഒന്നുകൂടെ കൂടെ ഉള്ളൂ. എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പോകണം, അതാണ് വേണ്ടത്. നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീയാണ് അവിടുത്തെ മൂത്ത മരുമകൾ. അപ്പോൾ മറ്റുള്ളവരെയും എല്ലാവരെയും നോക്കി നല്ല സ്നേഹത്തോടെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവേണ്ട നീയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവിയെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ശ്രീദേവി ചോദിക്കുന്നുണ്ട്, വീട്ടിൽ ആര് പറയുന്നത് അവിടെ എല്ലാവരും അനുസരിക്കണേന്ന് ചോദിക്കുക. അത് അച്ഛൻ പറയുന്നത് അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം, പക്ഷേ അച്ഛൻ പറയണത് തന്നെയാണ് അവസാനത്തെ വാക്ക്. അത് തന്നെയാണ് എല്ലാവരും അനുസരിക്കുക. അത് ശരി, അപ്പം അച്ഛനാണല്ലേ അവിടെ? അച്ഛൻ തന്നെ. അച്ഛൻ പറഞ്ഞ് അതിനപ്പുറം നമ്മളാരും പോകത്തില്ല എന്ന് ആനന്ദ് പറയാം കേട്ടോ. മീനാക്ഷിയുടെ മുഖം അങ്ങ് വാടിയിരിക്കാനുണ്ട്. എന്താ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ മുഖം ഇങ്ങനെ വാടുന്നത്? ഒന്നുമില്ല, കാരണം മൊത്ത കള്ളത്തരത്തിൽ ചെന്ന് കയറുകയല്ലേ ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക്. അതിൻ്റെ ഒരു കുറ്റബോധം ശ്രീദേവിക്ക് ഉണ്ടല്ലോ. അങ്ങനെ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ തൊഴുതിട്ട് പോവാം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്തിരുന്ന് സംസാരിക്കാമല്ലോ എന്ന് സന്തോഷിച്ചാണ് അവർ പോകണം കേട്ടോ. അങ്ങനെ ഗോമതിയുടെ അമ്മ അവിടെ നിന്നുകൊണ്ട് വിളിക്കുകയാണ് കേട്ടോ. വിളിച്ച് ആ മതിലിൻ്റെ അക്കരെ നിന്ന് പതിവ് പോലെ അപ്പുറം ഇപ്പുറം 2 പേരും സംസാരിക്കുമ്പോൾ കുറച്ച് ക്യാഷ് എടുത്ത് പൊതിഞ്ഞ് അമ്മ ഗോമതിയുടെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ ഗോമതി അത് ആദ്യം വാങ്ങാൻ മടിക്കണമെങ്കിലും, മോളെ ആനന്ദ് വന്ന് എന്നെ കല്യാണം ക്ഷണിച്ചതല്ലേ, അവനായിട്ട് എനിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഇത് അവൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, അവൻ്റെ പെണ്ണിനോ അവനോ ആവശ്യമുള്ളത് വാങ്ങിച്ച് കൊടുക്കുന്നീ അമ്മേ.
അമ്മയുടെ കയ്യിൽ എങ്ങനെയാകുമ്പോൾ ഇത്രയും കാശ്, ഓ ഇത്രയും കാശൊക്കെ എൻ്റെ കയ്യിൽ എടുക്കാനാണോ വലിയ പാട്, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതാ, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് എനിക്ക് എന്തിനാ മോളെ, ഒരാവശ്യമില്ല, ഇത് എൻ്റെ മക്കൾക്ക് ഉപകാരപ്പെടട്ടെ. പിന്നെ ആനന്ദിൻ്റെ പെണ്ണ് എങ്ങനെയാണ്, നല്ല സുന്ദരിയാണോ, പിന്നെ വലിയ കുടുംബത്തിലെ ആണെന്നൊക്കെ ഇവിടെ പറയണ കേട്ടു. അതെ അമ്മേ, നല്ല കുടുംബത്തിലെയാ, നല്ല കാശും പത്രാസും ഒക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നും അവക്കില്ല, നല്ല സുന്ദരി കുട്ടിയാണ്, ഒരു പാവം കൊച്ചാണ്, നന്നായിരിക്കട്ടെ. പിന്നെ നാളെ അവൻ ഇവിടെ നിന്ന് കല്യാണത്തിന് പോകുന്ന സമയത്ത് അവൻ്റെ കല്യാണ വേഷത്തിൽ എനിക്കൊന്ന് കാണാൻ പറ്റില്ലല്ലേ മോളെ? ഇല്ല അമ്മേ, 3 ദിവസത്തെ കല്യാണമാണ്, അപ്പം നാളെ തന്നെ നമ്മളങ്ങ് മണ്ഡപത്തിൽ പോവും. പിന്നെ കല്യാണ സമയത്തൊക്കെ അവിടെ നിന്നായിരിക്കും അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് പോകുന്നത്, അതുകൊണ്ട് അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. സാരയില്ല, എന്നാലും അമ്മ വിഷമിക്കാതെ, അവൻ തിരിച്ച് പെണ്ണിനെയും കൊണ്ട് ഇവിടെ വന്ന് കയറുമല്ലോ, അപ്പം അമ്മയ്ക്ക് അവിടെ നിന്ന് കാണാമല്ലോ, അത് മതി എന്ന് പറഞ്ഞ് സമാധാനിച്ച് അവർ നിൽക്കുക കേട്ടോ. പിന്നെ കടയിൽ നമ്മുടെ രാമേട്ടനോട് ബാലൻ പറയാണ്, രാമേട്ട ഇനിയിപ്പോൾ 3 ദിവസത്തെ കല്യാണം വരുമ്പോൾ നമുക്ക് കട തുറക്കാൻ ബുദ്ധിമുട്ടാവും, കട നമുക്ക് അടച്ചിട്ടാലോ എന്ന് ചോദിക്കാം കേട്ടോ, അതുകൊണ്ടൊരു ബോർഡൊക്കെ വാങ്ങിച്ച് വയ്ക്കണം, കട അടപ്പാന്നും പറഞ്ഞ്. പക്ഷേ രാമേട്ടനെ സമ്മതിക്കില്ല കേട്ടോ, അദ്ദേഹം പറയുന്നുണ്ട്, ബാല അതൊക്കെ വേണോ, ഇതെന്തായാലും ഒരു കടയല്ലേ, നമുക്ക് വിറ്റുവരവ് വേണ്ടേ, അതുകൊണ്ട് അടച്ചിടുന്നത് ശരിയാണോ, വേണമെങ്കിൽ ഒരു ദിവസം അടയ്ക്കാം, ബാക്കി 2 ദിവസം ഞാനിരുന്നാൽ പോരെ. അപ്പം പിന്നെ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതെന്താ രാമേട്ടൻ അങ്ങനെ പറഞ്ഞത്, അതല്ല ക്യാഷും കാര്യങ്ങളൊക്കെ കൗണ്ടറിലൊക്കെ നിൽക്കുന്നതല്ലേ, അപ്പോൾ നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ, എൻ്റെ പൊന്നു രാമേട്ടാ നിങ്ങളിങ്ങനെ തന്നെ ചോദിക്കണല്ലേ, നിങ്ങൾ ഈ കട തുടങ്ങിയത് പോലും നിങ്ങളുടെ കാശ് കൊണ്ടാണ്, പിന്നെ ഈ അവസാന നിമിഷം വരെ നമ്മൾ ഒത്തൊരുമയോടുകൂടി പോയതും ഒക്കെ ഇപ്പം അവസാനം ഒരു സാമ്പത്തിക സ്ഥിതി വന്നപ്പോൾ നിങ്ങളാണ് എനിക്ക് സഹായിച്ചതും, നിങ്ങളെ ഞാൻ സംശയിക്കാനോ, എന്താ രാമേട്ട നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണത്, അല്ല ബാല വെറുതെ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട, എന്തായാലും രാമേട്ടന് സൗകര്യമാണെങ്കിൽ ഒരു ദിവസം അടച്ചിട്ടിട്ട് ബാക്കി 2 ദിവസം രാമേട്ടൻ തന്നെ കടയിലിരുന്നോ, കുഴപ്പമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ, അത് മതി. അങ്ങനെ അവരുടെ സന്തോഷം അങ്ങനെ നിൽക്കേണ്ട കേട്ടോ. പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മീനാക്ഷിനെ ആകാശിനാണ് കേട്ടോ. ആകാശും മീനാക്ഷിയുടെ സംശയങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അച്ഛൻ ഇത്രയും ആഡംബരം കാണിച്ച് ഈ ഒരു വിവാഹം നടത്തുന്നതിൻ്റെ ആവശ്യമുണ്ടോ, കയ്യിലുള്ള കാശ് അത്രയും വെറുതെ പോവുകയുള്ളൂ, ഇത്രയും കാലം കഷ്ടപ്പെട്ട കാശല്ല. ഓരോ പെൺപിള്ളേർ ഓടിപ്പോണത് ഇതുപോലെ തന്നെ, അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തി ഇതുവരെ കൊണ്ടെത്തിച്ച് അവരുടെ അധ്വാനവും പൈസയും എല്ലാം കൊണ്ട് ഓടിപ്പോകുന്ന പെണ്ണുങ്ങളും ഉണ്ടല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഒരു തരം പകൽ കൊള്ളയാ ഈ പെൺപിള്ളേർ ചെയ്യണേന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി തത്വങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ ആകാശും മീനാക്ഷിയും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മീനാക്ഷി പറയാം, നമ്മുടെ ഭാവിയിൽ നമുക്കുണ്ടാകുന്ന കുട്ടികൾക്കെങ്കിലും നമ്മൾ കുറച്ച് കൺസെപ്റ്റോട് കൂടിയാണ് അവരെ വളർത്താനെന്ന് പറയാം. അപ്പോൾ ആകാശ് പറയണുണ്ട്, അത് ശരി, അപ്പോൾ കുട്ടികളെക്കുറിച്ചൊക്കെ നീ ആലോചിക്കുന്നുണ്ടല്ലേ, പിന്നെ ആലോചിക്കാണ്ട് അപ്പോൾ പിന്നെ വെറുതെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, പരിപാടികളൊന്നും നടക്കുന്നില്ല. അപ്പോഴാണ് മീനാക്ഷിക്ക് ദേഷ്യം വരുന്നത്, മര്യാദയ്ക്ക് ഇരുന്നോളണം, നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അത് പാലിച്ചിട്ട് മതി, എന്താണെന്നറിയാമല്ലോ. മനസ്സിലായി, അച്ഛൻ അംഗീകരിക്കണം അല്ലേ, അച്ഛനല്ലെങ്കിൽ അംഗീകരിച്ചല്ലോടി, കല്യാണ ലെറ്ററിൽ നിൻ്റെ പേരടിച്ചില്ലേ, പിന്നെ കല്യാണ ലെറ്റർ പേരടിക്കണതാണോ അംഗീകരിക്കുക, നിങ്ങളുടെ ആകാശിൻ്റെ ഭാര്യയാണ്, എൻ്റെ മരുമകളാണ്, അങ്ങനെ എന്തെങ്കിലും പറയണം, അല്ലാതെ ഓടി വന്നവൾ, ചാടി വന്നവൾ, ഓടിക്കേറി വന്നവൾ എന്നൊന്നും ഇനി മേലിൽ പറയാതെ അവസരം നിങ്ങൾ ഉണ്ടാക്കരുത്, അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞ് വിരട്ടി നിർത്തുക കേട്ടോ ആകാശിനെ. പിന്നെ തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് മിത്രയും ആര്യനും കൂടെ, ആര്യനും ലീവ് എടുക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്, 3 ദിവസത്തേക്ക് ലീവെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആര്യ മിത്രയോട് പറയാം, നമുക്ക് അച്ഛൻ നമ്മളെ സഹായിക്കാതെ നിന്ന സമയത്ത്, നമ്മൾ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് നമ്മളെ സഹായിച്ച ജോലിയാണ്, ഇത് കളയാൻ എനിക്ക് പറ്റത്തില്ല, 3 ദിവസത്തെ ലീവെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജോലി പോവില്ലേ എന്ന് പറയുമ്പോൾ മിത്ര പറയുന്നുണ്ട്, സാരമില്ല, ജോലി മാത്രമല്ലല്ലോ, നമുക്ക് വേറെ പലതും ഇതിൻ്റെ കൂടെ ആവശ്യമുള്ള കാര്യമല്ലേ, ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ മനസ്സൊക്കെ തണുക്കും, നല്ലതാവും, ഇത് വീട്ടിലൊരു ആവശ്യം കൂടെ അല്ലേ ആര്യ, അതുകൊണ്ട് ഒഴിവ് പറയരുത്, നീ എന്താടി അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, ഒരു ദിവസം ആണെങ്കിൽ കുഴപ്പമില്ല, 3 ദിവസമൊക്കെ ജോലിക്ക് പോകാതിരിക്കുന്നത് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ, കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തെന്നും പറഞ്ഞൊരു കുഴപ്പമില്ല, ജോലി അങ്ങനെയൊന്നും പോകത്തില്ല, എന്തായാലും നമുക്ക് സന്തോഷപൂർവ്വം ഇതിൽ പങ്കെടുക്കണം ആര്യ നമ്മൾ കാരണം വിഷമിപ്പിക്കാനൊന്നും പാടില്ല എന്നും പറഞ്ഞ് അവരങ്ങനെ തീരുമാനിച്ചിരിക്കുക കേട്ടോ. പിന്നെ മിത്രയാണെങ്കിൽ ആര്യൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് സ്നേഹത്തോടു കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത് കേട്ടോ. അത് കാണുമ്പോൾ ആര്യന് വരുന്നുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കില്ല. ഇതാണ് എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.